അത് കളിയാക്കിച്ചിരിക്കുന്ന പോലെയാണ്. ബിഗ് ബോസ് താരം എന്ന നിലയിലാണ് പുള്ളിക്കാർക്ക് ഇപ്പൊ ഫെയിമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് സിനിമകളില് നല്ല നല്ല നമ്മുടെ പ്രിയപ്പെട്ട അനീഷിന്റെ വേദിയിലേക്ക് കയ്യടിയോടെ നമുക്ക് വിളിക്കാം അനീഷിനെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2026 സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്ത അല്ലെങ്കിൽ ആദ്യത്തെ എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അനുമോളെയും സംബന്ധിച്ച ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ അനുമോള് ലാലേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. അമ്മയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അനുമോള് കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അവിടെ ഈ പറയുന്ന രേണുസുതിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ രേണുസുതിയൊക്കെ വിമർശിക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഈ പറയുന്ന രേണുസുതി പോലും അവിടെ പോയി വന്നത് കാണുമ്പോൾ അവരോട് നമുക്ക് റെസ്പെക്ട് തോന്നും. കാരണം അത്ര എന്താ പറയുക, ഒരു മരണ വീട്ടിൽ പോകുന്നതിന്റെ ആ ഒരു പക്വതയോടുകൂടി തന്നെയാണ് രേണുസുതി പോയി വന്നത്. എന്നാൽ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ 7 വിന്നറും ലാലേട്ടൻ കൈപിടിച്ച് ഉയർത്തിയ ഒരാളുമാണ് ഈ അനുമോൾ. എന്നാൽ ഇന്നലെ അനുമോൾ അവിടെ ചെന്നതിന് ശേഷം അനുമോൾക്ക് ചിരി പൊട്ടുന്നു. ഈ ചിരി ബിന്നി എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ 7 ഒരു മത്സരാർത്ഥിയായ എല്ലാവരും കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന അവര് അംബിക എന്ന് പറയുന്ന അവരുടെ അമ്മ മരിച്ച സമയത്ത് പോയപ്പോൾ അവരൊന്ന് ചിരിച്ചു. അതായത് മറ്റുള്ളവരെ കണ്ടപ്പോൾ അവർ ചിരിച്ച സമയത്ത് ഇവരൊന്ന് ചിരിച്ചപ്പോൾ അതിനെ എടുത്ത് എല്ലാവരും പറഞ്ഞ് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ പറയുന്ന അനുമോളുടെ ഫാൻസ് തന്നെയാണ്. എന്നാൽ ഇന്നലെ നടന്ന ഈ ഒരു സംഭവം അനുമോള് കാണിച്ചു കൂട്ടിയ, അനുമോള് കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ അനീഷിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും അനുമോള് കാണിച്ച ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അനുമോളോട് ആരാണ്ട് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് അനുമോളും അവിടെ ചിരിച്ചു തന്നെയാണ് വർത്തമാനം പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലരും പറയാം, ഇതെന്താ ഒരാൾ നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചിരിച്ച് സംസാരിച്ചു കൂടെ എന്ന്. ഇതേ കാര്യം തന്നെ ബിന്നി ചെയ്തപ്പോൾ ബിന്നി മാത്രം കുറ്റക്കാരി എങ്ങനെയാകുന്നു? ഇവിടെ അനുമോള് ചെയ്ത കാര്യം അവിടെ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു. വേണമെങ്കിൽ ചിരിക്കാതെ വർത്തമാനം പറഞ്ഞുകൂടെ? ചിരിക്കാതെ പറയാം. ഒരു മരണവീടാണ്, മരണവീടിന്റെ വെളിയിലാണ്, എങ്ങനെ ആയിക്കോട്ടെ, അവിടെ അത്ര ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ. ഇവരൊരു സെലിബ്രിറ്റിയാണ്. അതിനോടുപരി തന്നെ ഇവര് ബിഗ് ബോസ് സീസൺ 7 വിന്നർ കൂടിയാണ്. അപ്പൊ ഇവർക്ക് കുറച്ചൊക്കെ മാന്യത ആകാം. അല്ലാതെ ബിന്നിക്ക് മാത്രമല്ല എന്ന് ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ പലരും പറയുന്ന പോലെ ഒരാൾ ചിരിച്ച് വർത്തമാനം പറഞ്ഞാൽ അത് ചിരിച്ച് മറുപടി കൊടുത്തതിന് എന്താ കുറ്റം എന്നൊക്കെ പലരും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇതേ കാര്യം തന്നെ ബിന്നിക്കും ബാധകമല്ലേ എന്നുള്ളൊരു കാര്യം ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ എന്തു മറുപടി പറയും? ഈ ഒരു മരണ വീട്ടിലേക്ക് അലൻ ജോസ് പെരേര എത്തുന്നുണ്ട്. ഈ അലൻ ജോസ് പെരേരയെ കാണുമ്പോൾ അനുമോൾക്ക് ചിരി പൊട്ടുന്നുണ്ട്. അതെന്തിനാ അനുമോൾക്ക് അവിടെ ചിരി പൊട്ടുന്നത്? അവിടെ അത്രയും ആൾക്കാർ കൂടി നിന്നിട്ട് ആർക്കും അലൻ ജോസ് പെരേരയും അവരെയും കണ്ടപ്പോൾ ചിരി പൊട്ടുന്നില്ല. എന്തിന് ചിരി പൊട്ടണം? അതൊരു മരണ വീട്ടിലാണ്. ഈ അലൻ ജോസ് പെരേരയെ പോലെയുള്ള നിരവധി ആൾക്കാരാണ് ഈ അനുമോൾ വോട്ട് ചെയ്തത്. അപ്പൊ കൂട്ടുകാരി എന്തോ എന്ന് പറയുന്നതും കേട്ട് അനുമോൾക്ക് അവിടെ ചിരി പൊട്ടേണ്ട ആവശ്യം എന്താണ്? അവിടെ അനുമോൾ ആ ചിരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അലൻ ജോസ് പെരേരയുടെ ആ വരവ് കണ്ടാൽ എല്ലാവരും അങ്ങ് ചിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആരും ഇവരെ കണ്ടിട്ട് അങ്ങനെ ചിരിക്കുന്നില്ല. ചിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ അനുമോൾക്ക് ചിരി പൊട്ടേണ്ട ഒരു കാര്യവും അവിടെ എനിക്ക് കാണുന്നില്ല. അവിടെ ചിരി പൊട്ടേണ്ട ഇങ്ങനെ അങ്ങോട്ട് പൊഴിഞ്ഞു വരികയാണ്. അതൊരു മരണവീടാണെന്ന് ഓർത്തോണം. അലൻ ജോസ് പെരേര അവിടെ എത്തിയിരിക്കുന്നത് അവിടെ ഡ്രാമ കളിക്കാനൊന്നുമല്ല, അവിടെ ആ അമ്മയെ കാണാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ഈ ഒരു ചിരി പൊട്ടേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടക്കിപ്പിടിച്ച് ചിരി ഇരിക്കേണ്ട കാര്യവും ഇല്ല. ഇതിനെക്കുറിച്ച് ഈ അലൻ ജോസ് പെരേരയും അതോടൊപ്പം തന്നെ ഇവരും വന്ന് ആ ഒരു പമ്പ എന്ന് പറയുന്ന അവരും വന്ന് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കും. funeral for Lalata's mom. But I am crying situations, but Anmol will love. നമ്മള് രാവിലെ തിരുവനന്തപുരത്ത് ഞാനും എല്ലാവരും കൂടെ പോയതാണ്. ലാലേട്ടന്റെ വലിയ ഫാൻസാണ് ഞങ്ങൾ. അപ്പോൾ ലാലേട്ടനും അമ്മയും വളരെ അടുപ്പമുള്ള, എന്താ പറയാ, അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണ് പല ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മള് ലാസ്റ്റ് ഫ്യൂണറൽ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. Do you think she is making joke of you both guys? നമ്മൾ അനുമോളെ കണ്ടില്ലായിരുന്നു അവിടെ വെച്ച്. നമ്മൾ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല, കണ്ടില്ലായിരുന്നു. But in my opinion she was laughing at you guys. നമ്മൾ വീഡിയോ കണ്ടപ്പോഴാണ് അനുമോള് ചിരിക്കുന്നത്. അത് കളിയാക്കിച്ചിരിക്കുന്ന പോലെയാണ്. ബിഗ് ബോസ് താരം എന്ന നിലയിലാണ് പുള്ളിക്കാർക്ക് ഇപ്പൊ ഫെയിമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് സിനിമകളിൽ നല്ല നല്ല നായകന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രസൻസ് ചെയ്യുന്നു. അപ്പൊ അനുമോള് കാണിക്കുന്നത് ഒരു നല്ല രീതിയല്ല. ഇവിടെ അനുമോള് കാണിച്ചതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല.
ഇവിടെ ഈ പറയുന്ന അലൻ ജോസ് പെരേര സോഷ്യൽ മീഡിയ കാണിച്ച പല കാര്യങ്ങളോടും നമുക്ക് എതിർപ്പുണ്ട്. ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പോലും ഇവർ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ എന്ത് കോമാളിയായിട്ട് തോന്നിയോ? ചിരിക്കാൻ മാത്രം. അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കൂടി ആർക്കും ചിരിക്കണമെന്ന് തോന്നിയില്ല. വേറെ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ ഓക്കെ എന്ന് വെക്കാം. ഇതൊരു മരണവീടാണ്. മരണവീട്ടിലെ റോഡിലായാലും എവിടെയായാലും ചിരി തന്നെയല്ലേ? ഇവരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു ഫെയിമിൽ നിൽക്കുന്ന ഈ പറയുന്ന പ്രേക്ഷകർ വോട്ട് ചെയ്തു വിജയിപ്പിച്ചു എന്ന് അനുമോളുടെ പ്രേക്ഷകർ പറയുന്നത് പോലെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന അലൻ ജോസ് പെരേരയെ കണ്ടപ്പോൾ ചിരി പൊട്ടേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ പോലെയുള്ള പലരുമല്ലേ നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ചേ? അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ കാണുമ്പോഴും നിങ്ങൾ ചിരി പൊട്ടുമല്ലോ. ഈ അലൻ ജോസ് പെരേരയെ പോലെയുള്ള മറ്റുള്ളവരെ ആൾക്കാരെ കാണുമ്പോഴും നിങ്ങൾ ചിരി പൊട്ടുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഇല്ലേ? അവിടെയൊക്കെ കുറെ കൂടെ പക്വത പുലർത്തണം എന്നാണ് എനിക്ക് ഈ അനുമോളോട് പറയാനുള്ളത്. എന്തായാലും ബാക്കി കേട്ടു നോക്ക്. ഇവർക്ക് കുറെ വിഷമം ഉണ്ടായിട്ട് കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ വന്ന് ഈ പറയുന്നത്. ബാക്കി ഓരോ ഇടങ്ങളിലും പാലിക്കേണ്ട ഓരോരോ രീതിയിലുള്ള മാനേഴ്സ് ഉണ്ട്. ബിഗ് ബോസ് സെലിബ്രേറ്റ് എന്ന നിലയിലേക്കാണ് വിന്നർ എന്ന നിലയിലും പുള്ളിക്കാർക്ക് ഇത്തിരി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറ്, മെച്ചൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു. കാരണം നമ്മളിപ്പോ എനിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. നാളെ ഒരു വേറൊരാളെ കണ്ടാലും അങ്ങനെ ഒരു ചിരിക്കേണ്ട ആവശ്യമില്ല. അത് മരണ വീട്ടിൽ പുറത്തു വെച്ചിട്ടാണ്. മരണം നടക്കുന്ന ഒരു വീടിന്റെ പശ്ചാത്തലമാണല്ലോ. അവിടെ വെച്ചിട്ട് അവിടെ അനുമോളും ചിരിച്ചു, അനുമോളുടെ കൂട്ടുകാരെയും ചിരിച്ചുണ്ട്. നല്ലൊരു അതും ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അമ്മയുടെ ഫ്യൂണറൽ, കൂടാതെ ഒത്തിരി സ്റ്റാർസും ലെജൻസും അതല്ലാതെ സാമൂഹികമായിട്ടും പ്രമുഖർ ഒത്തിരി അവിടെ വന്നിരുന്നതാണ്. അവരാരും തന്നെ ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഇവിടെ ആരും അങ്ങനെ പോയി നിന്ന് ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ ഇവിടെ അനുമോക്ക് എന്തുമാകാമെന്നാണോ? ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. പക്ഷെ ബിന്നി അവിടെ പോയി ഒന്ന് സംസാരിച്ചപ്പോഴോ അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് ചിരിച്ചപ്പോഴോ അതിനെ വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുള്ളവരാണ്. ഇത് എനിക്ക് എന്തായാലും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഒരു ബിഗ് ബോസ് സീസൺ 7 വിന്നറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാണിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഇവരുടെ സംസ്കാരം അല്ലെങ്കിൽ ഇവരുടെ ഇതെത്ര വകതിരിവ് എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഇവിടെ അതെല്ലാം പോട്ടെ, അവരൊരാൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അത് ഓക്കെ എന്ന് പറയാം. ഇവിടെ ഈ അലൻ ജോസ് പെരേരയും അതോടൊപ്പം തന്നെ ഇവരെയും കണ്ടപ്പോൾ ഇത്ര ചിരി പൊട്ടാൻ ഇവർക്ക് എന്താണ്? അവിടെ അവർ പോകുന്ന സമയത്ത് കണ്ടോ അവിടെ എത്ര ആൾക്കാർ നിപ്പുണ്ട്? അവർക്ക് ആർക്കും ചിരിയില്ലല്ലോ. സാധാരണപ്പെട്ടവരെല്ലാം നിപ്പുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ അലൻ ജോസ് പെരേര കാണിക്കുന്നതും ഈ പറയുന്ന പമ്പ എന്ന് പറയുന്നവർ കാണിക്കുന്നതും കാണുന്നതല്ലേ? എന്നിട്ട് അവർക്കാർക്കും ചിരി പൊട്ടുന്നില്ലല്ലോ. ഈ അനുമോക്ക് മാത്രം ഇത്ര ചിരി പൊട്ടാൻ എന്താണ്? അപ്പൊ അത് കളിയാക്കലില്ലല്ലേ? അവർ പറഞ്ഞ് കളിയാക്കുമല്ലേ? അത് പരസ്പരം ഒരു മനുഷ്യനെ കളിയാക്കി ചിരിക്കുകയാണ്, അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയാണ് അവർ, അല്ലേ? ഓക്കെ, ബാക്കി അവരാരും തന്നെ ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ ശ്രീനിയേട്ടന്റെ ഫ്യൂണറിൽ വെച്ചിട്ട് അലൻ ചിരിച്ചു എന്ന് ചെറിയ സംഭവത്തിൽ ഭയങ്കരമായിട്ട് ട്രോളിങ്ങും ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ ഇത് ഇവൻ പറഞ്ഞ ശരിയല്ലേ? ശ്രീനിവാസൻ മരിച്ച സമയത്ത് ഇവൻ അറിയാതെ ഒന്ന് ചിരിച്ചു. ആ ചിരിച്ചതിനെ എടുത്ത ട്രോളിയ ആൾക്കാരാണ്. എന്തുകൊണ്ട് അനുമോടെ ഇത് കാണുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? അനുമോട് ചെയ്തത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലർക്ക് മാത്രം ഒരു പ്രത്യേകതരം നീതിയും മറ്റുള്ളവർക്ക് എന്താ പറയാ ഒരു വിലയില്ലേ? അവരെ എന്തും പറയാവുന്നതാണോ? ആണോ? അല്ലല്ലോ. എന്തായാലും ബാക്കി കേട്ടു നോക്ക്. നല്ലൊരു വ്യക്തി, നല്ലൊരു ലേഡി, ലാലേട്ടൻ കൈ പിടിച്ചു നിർത്തിയ ബിഗ് ബോസ് താരം, പുള്ളിക്കകത്ത് ആ ഒരു മരണ വീടിന്റെ ഒരു ഏരിയയിൽ ആൾക്കാർ നിൽക്കുക ചിരിച്ചിരിക്കുന്ന ഒരു സംഭവം വളരെ ഒരു മോശമായിട്ടുള്ള പ്രവണതയാണ്. പുള്ളിക്കാരി എന്തായാലും റിപ്ലൈ കൊടുക്കട്ടെ. ഞാനിവിടെ ഈ അലൻ ജോസ് പെരേര പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇവരെന്തുവാ എത്ര കോമാളി ആയാലും ഇവരെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇവരെ കണ്ടപ്പോൾ അതൊരു മരണ വീടിന്റെ അവിടെ വെച്ച് ഇങ്ങനെ ചിരി പൊട്ടിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അതും അടക്കം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിരി, അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ എത്ര ന്യായീകരിച്ചാലും അത് അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയെന്ന് പറഞ്ഞുകൊണ്ട് വകതിരിവ് ഉണ്ടാകണമെന്നില്ലല്ലോ. അതൊക്കെ കിട്ടേണ്ട പോലെ കിട്ടിയാലല്ലേ കാര്യങ്ങൾ നടക്കും, അല്ലേ? ഇവിടെ അലൻ ജോസ് പെരേരയെ കണ്ടപ്പോൾ ഇത്ര ചിരി പൊട്ടാനുള്ള കാരണം എന്താണ്? അനുമോളെ എന്താണ്? അവനെ കണ്ടിട്ടോ? അവന്റെ രൂപം കണ്ടിട്ടോ? അല്ലെ അവൻ ആ പെൺകുട്ടിയെ കൊണ്ട് വരുന്നത് കണ്ടിട്ടോ? എന്താണ്? എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ അവരെ കളിയാക്കുകയല്ലേ അതിന്റെ അർത്ഥം? ആണ്, എനിക്കതാണ് തോന്നിയത്. ഇവിടെ ബിന്നി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതും തെറ്റാണ്. ഇത് തെറ്റാണ്. ബിന്നിയും അലൻ ജോസ് പെരേരയും ചിരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ അനുമോൾ ചിരിച്ചതും കുറ്റം തന്നെയല്ലേ? അല്ലേ? അനുമോള് കാണിച്ചതാണ് കുറെ കൂടെ എന്താ പറയാ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. കാരണം ഒരാളെ നോക്കിയിട്ട് അവനെ പരിഹസിക്കുകയാണ്, അവന്റെ രൂപത്തെ പരിഹസിക്കുകയാണ്, അല്ലെ അവന്റെ ഭാവത്തെ, അവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ കണ്ടിട്ട് മരണ വീട്ടിൽ വെച്ച് അനുമോക്ക് ചിരി പൊട്ടുകയാണ്. അതാണ് അനുമോൾ അവിടെ ചെയ്തു വെച്ചത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ കമന്റ് ചെയ്യേ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് അനുമോൾ ഇങ്ങനെ അഹങ്കാരം മൂത്ത അങ്ങനെ നടക്കുന്ന സമയത്ത്
ഇവിടെ അനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി പ്രേക്ഷകർ വിജയി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അനീഷ്. അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവാർഡ് കിട്ടി. അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് 18 കേരള അവര് പ്രഖ്യാപിച്ച ഒരു അവാർഡാണ് പോപ്പുലർ മലയാളി ഓഫ് ദ ഇയർ 2025 എന്ന് പറഞ്ഞ ഒരു അവാർഡാണ് പുള്ളിക്ക് കിട്ടിയത്. അത് കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവാർഡ് കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അനീഷ് കുറച്ച് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. എന്നേരം തുഴഞ്ഞ് അല്ലെ തുഴഞ്ഞ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താണ് ഒരു ആഹ്ലാദ ഇതിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയാണ് മാറിയത് ലൈഫ്? ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് ശേഷവും എന്നതാണ് ക്വസ്റ്റ്യൻ. അതിനു മുൻപ് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം പറയാണ്. കാരണം ഇങ്ങനെ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് ബിഗ് ബോസിന് മുൻപ് എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അല്ല, ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഒരു കോളേജ് കാലഘട്ടമൊക്കെ ആയപ്പോൾ കോളേജ് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആ ഒരു ചോരത്തളപ്പിൽ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ചൊക്കെ കഴിവ് തെളിയിക്കണം, 4 പേര് അറിയുന്ന ഒരു വ്യക്തിത്വമാവണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു തുടങ്ങി, ഏതാണ് എന്റെ ഒരു സ്ട്രോങ് പോയിന്റ്, സ്പോർട്സ് ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണത്തിലൊടുവിൽ ഞാൻ കണ്ടെത്തി മലയാളമാണ് എന്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളത്. അപ്പോ പിന്നെ മലയാളത്തിൽ എന്ത് ചെയ്യാം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതുമായിരുന്നു. കഥ, കവിത, ലേഖനം, അതുപോലെ തന്നെ പ്രസംഗം തുടങ്ങിയ എല്ലാ മത്സരങ്ങളും, മോണാക്ട് തുടങ്ങി കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പിന്നീട് എന്റെ ഒരു ആഗ്രഹം ഒരു ബുക്ക് എഴുതണം എന്നുള്ളതായി. പക്ഷേ അത് അകന്നു നിന്നു. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ജോലിയായി, പിന്നെ ജോലിയുടെ തിരക്കായി, അങ്ങനെ ജീവിതം പോകുമ്പോൾ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, എന്നെ പുഷ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പുസ്തകം എഴുതാനായിട്ട് തുനിഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ പുസ്തകം എന്നേരം തുഴഞ്ഞ് എന്ന പുസ്തകം പുറത്തിറങ്ങി. ഇപ്പോഴത് ബെസ്റ്റ് സെല്ലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനീഷിന് ആ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്, ബെസ്റ്റ് പോപ്പുലർ മലയാളി അവാർഡ്. ഇതാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അനീഷ് ഇന്നലെ സംസാരിച്ച കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു വിജയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നതും ഈ പറയുന്ന അനുമോള് കാട്ടിക്കൂട്ടുന്നതും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ അന്തരം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ അനീഷ് ആണ് ഇങ്ങനെ ഒരു സ്മൈൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഇപ്പോൾ അനീഷിനെ എടുത്ത് ഏറിൽ കയറ്റിയേനെ, ഇല്ലേ? ഇവിടെ അനുമോക്ക് എന്തുമാകാം. ഇതുവരെയായിട്ടും ഒരാൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അലൻ ജോസ് പെരേര വന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ പിന്നെയും കളിയാക്കുകയാണ് കമന്റ് ബോക്സിൽ. അവന്റെ രൂപം കണ്ട ആർക്കാ ചിരി വരാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത്. അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? അലൻ ജോസ് പെരേരെ. എന്നാൽ അനുമോളെ ആരും വിമർശിക്കുന്നില്ല. അനുമോൾ ചെയ്തത് നല്ലതാണെന്നാണ് പറയുന്നത്. അന്ന് ബിന്നി ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയെ ഏറിൽ കയറ്റിയ ആൾക്കാര് അന്ന് കമന്റ് ബോക്സിൽ ഇട്ട് മെഴുകിയത് തന്നെയാണ്. അന്ന് ബിന്നിയെ സപ്പോർട്ട് ചെയ്ത് വന്ന് കമന്റ് ഇട്ടവർക്ക് തിരിച്ച് ബിന്നിയെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അന്ന് കമന്റ് തിരിച്ച് ഇടുകയായിരുന്നു ആൾക്കാര്. എന്തായാലും ഇത് നല്ല കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും